പ്രവാസ ലോകത്തെ കാഴ്ചകളുമായി വീക്കെൻഡ് അറേബ്യ ആരംഭിക്കുകയാണ്. ഏവർക്കും സ്വാഗതം. ഉപതെരഞ്ഞെടുപ്പ് ഫലത്തിൽ കണ്ണുനട്ടിരിക്കുകയായിരുന്നു പ്രവാസ ലോകവും. അവർ വിലയിരുത്തുകയാണ് എന്താണ് ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഫലം, എന്താണ് ഈ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയക്കാരോട് പറയുന്നത് അല്ലെങ്കിൽ സർക്കാരിനോട് പറയുന്നത് എന്നുള്ളത്. എന്താണ് പേര്? ബഷീർ. എവിടെ? നാട്ടിൽ കോഴിക്കോട് നാദാപുരം കുറുവന്തേരി. എങ്ങനെയാണ് ഈ തെരഞ്ഞെടുപ്പ് ഫലത്തെ വിലയിരുത്തുന്നത്? ഇത് രാഹുൽ മാങ്കൂട്ടത്തിൽ വമ്പിച്ച ഭൂരിപക്ഷമാണ് ഇവിടെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നമ്മൾ പ്രഡിക്റ്റ് ചെയ്യാൻ കൂടുതൽ ഭൂരിപക്ഷമാണ് രാഹുൽ മാങ്കൂട്ടത്തിന് ഇപ്പം കിട്ടിയിരിക്കുന്നത്. ചേലക്കരയാണെങ്കിൽ വളരെ നല്ല ഒരു മത്സരമാണ് കാഴ്ചവെച്ചത്. സത്യത്തിൽ ഒരു UDF ഒരു നല്ലൊരു നേട്ടം തന്നെയാണ് ചേലക്കരയിൽ നമുക്ക് കാണാൻ പറ്റുന്നത്. അവിടെ LDF അല്ലേ ഇപ്പോൾ മുന്നേറി നിൽക്കുന്നത്? LDF മുന്നേറിയിരിക്കുന്നുണ്ടെങ്കിലും കഴിഞ്ഞ തെരഞ്ഞെടുപ്പിനകം ഒരു 3-1 അവിടെ അവർക്ക് ഭൂരിപക്ഷം കുറയാൻ ഇപ്പോൾ ഇടയായി. അത് നല്ല ഒരു മത്സരമാണ് അവിടെ കാഴ്ചവെച്ചത് UDF. ഇപ്പോൾ അത് ഭരണവിരുദ്ധ വികാരം ഇല്ല എന്നുള്ളതിന് തെളിവായിട്ട് പറയാൻ കഴിയില്ലേ ചേലക്കരയിലെ ഈ LDFൻ്റെ മുന്നേറ്റം? ഒരിക്കലുമില്ല. കാരണം വെച്ചാൽ ചെറിയൊരു ഭൂരിപക്ഷത്തിനാണ് അവരെ സംബന്ധിച്ചിടത്തോളം ചെറിയൊരു ഭൂരിപക്ഷമാണ് ചേലക്കരയിൽ അവർക്ക് കിട്ടിയിരിക്കുന്നത്. ഏതായാലും ഒരുപാട് വോട്ട് അവിടെ കോൺഗ്രസ്സിന് UDFന് അവിടെ കിട്ടിയിട്ടുണ്ട്. തീർച്ചയായിട്ടും അടുത്ത തെരഞ്ഞെടുപ്പിൽ വേറൊരു ഫലമായിരിക്കും ചേലക്കര ഉണ്ടാവാൻ സാധ്യത. പാലക്കാടിനെ വിലയിരുത്തുകയാണെങ്കിലോ? പാലക്കാടെങ്കിൽ രാഹുൽ തരംഗമാണ് പാലക്കാട് കണ്ടുകൊണ്ടിരിക്കുന്നത്. ആർക്കും പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റാത്തൊരു ഭൂരിപക്ഷം. ഈവൻ UDFനാണെങ്കിലും ആർക്കും അവർ 10,000 മുതൽ 15,000 വരെ പറഞ്ഞത് മാക്സിമം. പക്ഷേ 5-ൻ്റെ മേലെ 18 കഴിഞ്ഞു പോയി. ഈ സരിൻ്റെയും പ്രിയങ്ക ഗാന്ധിയുടെയും തെരഞ്ഞെടുപ്പിലെ പ്രകടനത്തെ എങ്ങനെ കാണുന്നത്? ഫസ്റ്റ് ഓഫ് ഓൾ പ്രിയങ്ക ഗാന്ധി നമുക്കൊരു കേരളത്തിന് തന്നെ ഒരു അഭിമാനമാണ്. കാരണം വെച്ചാൽ അദ്ദേഹത്തിൻ്റെ കന്നി മത്സരമാണ്. അതും നമ്മൾ കൊച്ചു കേരളത്തിൽ വയനാട്ടിലെ ജനങ്ങൾ നല്ല രീതിയിൽ വോട്ട് ചെയ്ത് നല്ലൊരു ഭൂരിപക്ഷത്തിന് ഇപ്പോൾ റെക്കോർഡ് ഭൂരിപക്ഷത്തിലേക്ക് കടക്കുകയാണ്. അപ്പോൾ നമുക്ക് ഒരുപാട് പ്രതീക്ഷകളും നമ്മൾ കാണുന്നുണ്ട് പ്രിയങ്ക ഗാന്ധിയിൽ വയനാടിൻ്റെ വികസനത്തിന്. സരിനെ സംബന്ധിച്ചിടത്തോളം അത് സരിൻ്റെ അവകാശവാദങ്ങളെല്ലാം ഇപ്പം പൊളിഞ്ഞിരിക്കുകയാണ്. ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ടല്ലോ ന്യൂസിലെല്ലാം. ഇത് UDFൻ്റെ ഒരു കൂട്ടായിട്ടുള്ള ഒരു പ്രയത്നമാണ്. അതിൽ എല്ലാ ഘടകകക്ഷികളും ഒന്നിച്ച് നിന്നിട്ട് എല്ലാവരുടെയും ഒരു കൂട്ടായിട്ടുള്ള ഒരു വിജയമായിട്ടാണ് ഞാനിതിനെ വിലയിരുത്തുന്നത്. പാലക്കാട് പ്രതീക്ഷയിലും കൂടുതൽ ഭൂരിപക്ഷം കിട്ടിയതായിട്ടാണ് കാണാൻ കഴിഞ്ഞത്. മൊത്തത്തിലൊരു UDF തരംഗം തന്നെ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ വയനാട്ടിലത്തെ എഫക്റ്റാണോ ഇവിടെയൊക്കെ കാണുന്നത്? വയനാട്ടിലും പക്ഷേ പ്രതീക്ഷിച്ചതാണ് ഇത്തരം ഭൂരിപക്ഷം കിട്ടുന്നുള്ള അത്രത്തോളം വന്നിട്ടുണ്ട്. പക്ഷേ പാലക്കാടും ഈ പറഞ്ഞ പോലെ പ്രതീക്ഷനം കൂടുതൽ ഭൂരിപക്ഷത്തിൽ വിജയിച്ചിട്ടുണ്ട്. ഈ ഇലക്ഷനെ സംബന്ധിച്ചിടത്തോളം ചേലക്കരയിൽ ഒരു LDFനൊന്ന് കിട്ടി. പക്ഷേ അവരെ ഭരണം അത്ര നല്ലതല്ല. അതുകൊണ്ടാണ് ഇവർക്കിങ്ങനെ പറ്റിയത്. അഥവാ ആദ്യം 5 കൊല്ലം ഭരിച്ചമാരി ഉണ്ടായിട്ടുണ്ടെങ്കിൽ 3 അവർ കിട്ടുമായിരുന്നു. അവരെ ഭരണം മോശമായിട്ടാണ് ഇപ്പം കാണുന്നത്. അതുകൊണ്ടാണ് ഇപ്പം അല്ലെങ്കിൽ വേറെ പ്രശ്നമൊന്നും ഇല്ലേനും. അതിലെ 2-1 ആയത്. അല്ലെങ്കിൽ 3-3 കിട്ടുമായിരുന്നു. ഇടക്കിടക്ക് പിന്നെ ജയരാജൻ അവർ ഇങ്ങനെ വിളിച്ചു വരുന്നുണ്ടല്ലോ. അങ്ങനെ കുറേ ആൾക്കാർ ഇങ്ങനെ വിളിച്ചു വരുമ്പോൾ പിന്നെ എങ്ങനെ ഉണ്ടാവുക? നല്ല ഭരണം കാഴ്ച ജനങ്ങൾ സപ്പോർട്ട് ചെയ്യാതെ ജനങ്ങൾ സപ്പോർട്ട് ചെയ്യും. എന്തെങ്കിലും ഒരു അനുകൂലം വേണം ജനങ്ങൾക്ക്. നമ്മൾക്കൊരു അനുകൂലം ഉണ്ടെങ്കില്ല നിങ്ങളെ സഹായിക്കാൻ പറ്റൂ. അതില്ല. അതുകൊണ്ട് പറ്റിപ്പോയതാണ്. ഇനിയിപ്പം അടുത്ത പ്രാവശ്യം കോൺഗ്രസ് വരികയാണെങ്കിൽ അവരിങ്ങനെയാണ്, അവർക്ക് ഇതന്നെ ഗതി. ഈ ഇടതും വലതും നല്ല ഭരണം കാഴ്ച വെക്കണം. കേരളത്തിനെ സംബന്ധിച്ചിടത്തോളം നമുക്ക് സമാധാനം സന്തോഷമാണ് വേണ്ടത്. അത് ആഗ്രഹിക്കുന്നതാണ് മലയാളികൾ. അത് രണ്ടുണ്ടെങ്കിലേ വിജയിക്കാൻ പറ്റും. ഈ തെരഞ്ഞെടുപ്പ് പോലും പ്രത്യേകിച്ച് ഒരു ഫലമൊന്നും സൂചിപ്പിക്കുന്നില്ല. കാരണം സിറ്റിംഗ് സീറ്റിൽ ജയിച്ചായിരിക്കുന്ന അതേ രാഷ്ട്രീയ പാർട്ടികൾ അതേ സീറ്റ് തന്നെ നിലനിർത്തി. നമുക്ക് പ്രായോഗിക തലത്തിലുള്ള വ്യക്തമായ ഒരു രാഷ്ട്രീയ സാഹചര്യമാണ് ഇപ്പം മാറി കാണേണ്ടത്. പക്ഷേ എന്തായാലും ഈ സാഹചര്യത്തിലും മാറ്റങ്ങളൊന്നും വന്നിട്ടൊന്നുമില്ല. അങ്ങനെ തന്നെ പാലക്കാട് എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ വളരെ 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 ആകാംക്ഷയോടുകൂടി തന്നെ നോക്കിയെന്നാണ്. പക്ഷേ പ്രത്യേകിച്ച് മാറ്റങ്ങളൊന്നും ഉണ്ടായിട്ടൊന്നുമില്ല. പക്ഷേ എന്നാലും ഇടതുപക്ഷ ചായ്വുള്ള ആളെന്ന നിലയ്ക്ക് സരിനൊരു പ്രത്യേകത ഒരു ക്യാരക്ടർ കണ്ടതോടുകൂടി, അതായത് അദ്ദേഹത്തിൻ്റെ വ്യക്തിത്വത്തിൻ്റെ അടിസ്ഥാനത്തിൽ
റിസൾട്ടിൽ ചെറിയൊരു മാറ്റം വരുമെന്ന് പ്രതീക്ഷിച്ചു. പക്ഷേ നിർഭാഗ്യവശാൽ അങ്ങനെ സംഭവിച്ചിട്ടില്ല. പക്ഷേ വർഗീയ ശക്തികൾക്ക് അവിടെ ഒരു വീണ്ടും ഒരു സാന്നിധ്യം കൊടുത്തില്ല എന്നുള്ളത് തന്നെ അത് നല്ലൊരു ലക്ഷണമായിട്ട് ഇത് ഇപ്പോഴും കാണുന്നു. മൊത്തത്തിൽ ഇപ്പോൾ യു ഡി എഫിന് അനുകൂലമായിട്ടാണ് വരുന്നത്. പിന്നെ ചേലക്കര പോയി നോക്കണ്ട, അത് സ്ഥാനാർത്ഥീൻ്റെ ഒരു മികവ് കൊണ്ടാണ് ജയിച്ചത്. പിന്നെ മാങ്കൂട്ടത്തിന് നല്ല ഭൂരിപക്ഷം കിട്ടി. അവർ ആദ്യം തന്നെ ഒരു പെട്ടി കൊണ്ടുവന്ന്, പെട്ടിയിലൊന്നുമില്ലായിരുന്നു, അത് പാളിപ്പോയി. പിന്നെ ഒരു പേപ്പറിൽ പത്രത്തെ പരസ്യം കൊടുത്ത്, അതും പാളിപ്പോയി. പത്രത്തെ പരസ്യം കൊടുത്ത് നമുക്ക് യു ഡി എഫിന് അനുകൂലമായിട്ടാണ് വന്നത്. ഇലക്ഷൻ ഫലത്തെ കാണുന്നത് കേരളത്തിൽ വർഗീയ കക്ഷികളെ പരാജയപ്പെടുത്തിക്കൊണ്ട് വളരെ നല്ല ഐക്യ ജനാധിപത്യ മുന്നണിയുടെ വൻ മുന്നേറ്റം പാലക്കാട് സംഭവിച്ചിരിക്കുന്നു. അതിന് പുറമെ ചേലക്കാട് LDF സ്ഥാനാർത്ഥി, ചേലക്കര, വയനാട് വൻ ഭൂരിപക്ഷത്തിൽ പ്രിയങ്ക ഗാന്ധി വിജയിച്ചു. എല്ലാ സ്ഥലത്തും വർഗീയ കക്ഷികളെ ഉന്മൂലനം ചെയ്തുകൊണ്ട് തന്നെ കേരളത്തിൽ ജനങ്ങൾ കണ്ട് വോട്ട് ചെയ്തിട്ടുണ്ട്.